ഇന്നത്തെ വീഡിയോക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോവല്ലേ, കളക്ഷൻ കാണാനായിട്ട് ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനായിട്ടുണ്ട്. എന്തായിരിക്കും ജിജി, ഗസ് ചെയ്യാവോ? ഇല്ല. അപ്പൊ നമ്മുടെ ഹാപ്പി ന്യൂസ് എന്താണെന്ന് എന്നുമായിട്ട് പരിചയമുള്ള 1-2 കസ്റ്റമേഴ്സ്, അതിൽ കൂടുതൽ ആർക്കും അറിയില്ല. കാരണം ഇന്നലെ ഒരു വൈകിട്ടോട് കൂടിയിട്ടാണ് ഞങ്ങളത് കൺഫേം ആക്കിയത്. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന 2-3 കസ്റ്റമേഴ്സ് പേഴ്സണലി എന്റെ നമ്പർ ഉള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമേ തന്നെ ചരിത്രത്തിലൊരു തിരുത്തലുകൾ എന്ന് പറയുന്നത് പോലെ എനിക്ക് എന്റെ സ്ഥാപനം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ സ്ഥാപനത്തിനെ തകർക്കാൻ സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് 1200 വീഡിയോസ് ഈ കഴിഞ്ഞിടയിൽ പ്രവീൺ പ്രണവ് ഇഷ്യൂ വന്നപ്പോൾ പേഴ്സണലി അവരെ ഹറാസ് ചെയ്തതിന് ഒരുപറ്റം യൂട്യൂബേഴ്സ് ഇറങ്ങി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് കരുതി എന്തിനാണ് ഒരു വ്യക്തികളെ പേഴ്സണലായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത്? പക്ഷേ അതേപോലെ ഒരു സ്ത്രീയാണ് ഞാനും, അതേപോലെ ഒരു കുടുംബമാണ് ഞങ്ങൾക്കും ഉള്ളത്. അപ്പൊ ഞങ്ങള് പേഴ്സണലായിട്ടിട്ട് 1200 വീഡിയോസ് ചെയ്തപ്പോൾ ഒരു യൂട്യൂബറും ഉണ്ടായില്ല എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ബിസിനസ് പ്രശ്നം ഫാമിലിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ എനിക്ക് ഈ ആദ്യമായിട്ട് ഈ കസേരയിൽ, കാരണം എന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ പുതിയ വീടാണ്, ഞാൻ ഈ കഴിഞ്ഞിടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പുതിയ ന്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് അനൗൺസ് ചെയ്യുമ്പോൾ ഈ 1200 വീഡിയോസിൽ ഒലീവിയക്കെതിരെ വീഡിയോ ചെയ്ത എല്ലാ യൂട്യൂബേഴ്സിനോടും 1000 നന്ദി. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ മനസ്സിൽ തൊട്ട് നിങ്ങൾക്ക് തരുന്ന നന്ദിയാണ്. കാരണം ഒലീവിയുടെ ചരിത്രം മാറുകയാണ്, ഒലീവിയുടെ ചരിത്രം മാറ്റി കുറിക്കുകയാണ്. അതിന് കാരണം നിങ്ങളാണ്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സൈബർ ബുള്ളിങ് വന്നിട്ട് ഇതുപോലെ കുതിച്ചു പോകാൻ ഒരു അവസരം കിട്ടിയ വ്യക്തികളോ സ്ഥാപനങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്ത, ഒലീവിയെ ഇല്ലാതാക്കാൻ തല പുകച്ച, അതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട, കുതന്ത്ര ബുദ്ധികൾ കൊണ്ടുവന്ന, ഒരുപാട് കുട്ടികളുടെ അന്നത്തിൽ കല്ലുവാരിയിട്ട ഒരുപാട് യൂട്യൂബേഴ്സിനോട് ഹൃദയം നിറഞ്ഞ നന്ദി മനസ്സിൽ തൊട്ട് ഞാൻ പറയുകയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു മെസ്സേജ് വന്നു, ഝാൻസി റാണിയെ പോലെ ആണ്, കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ടെന്ന് ചോദിച്ചു. ആ പ്രശ്നം നടക്കുമ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വന്ന് നെഗറ്റീവ് മെസ്സേജുകൾ ഇട്ടു. ഞാനല്ല, എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒന്ന് ഹാൻഡിൽ ചെയ്യുന്ന ആ വ്യക്തികൾ കഴിഞ്ഞ ദിവസം മുകളിലൊരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എൻ്റെ സ്റ്റാഫ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ അതിന് തൊട്ട് മുകളിൽ പണ്ട് നെഗറ്റീവ് ഇട്ടവർ വന്നിട്ട് പറയുകയാണ്, ഒരിക്കലും നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഇവിടെയാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്, ഈ ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അവിടെയാണ് ഒലീവിയയുടെ വിജയം തുടങ്ങുന്നതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഞാൻ ഈ യൂട്യൂബേഴ്സിനോട് നന്ദി പറയുന്നത്? അപ്പൊ ആദ്യമേ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ചു വീഡിയോയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അച്ചുവിന്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. ശരിയാണ്. ബിസിനസിനെ തന്റെ കുഞ്ഞിനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, സിബിച്ചൻ. പുള്ളി ഒരു പബ്ലിസിറ്റിയും ആഗ്രഹിച്ചിട്ടില്ല. ഇത്രയും റീച്ചുള്ള യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഉള്ളപ്പോൾ ഒരിടത്തും പുള്ളി ഒരു വീഡിയോ ചെയ്യാനൊന്നും വന്നില്ല. വർഷങ്ങൾക്ക് മുമ്പിട്ടെങ്ങാണ്ട് ഒരു കൊറോണ സമയത്ത് ഒരു യൂട്യൂബ് ചെയ്തു, അതെടുത്തിട്ടാണ് ഇന്നും പല ആൾക്കാരും പുള്ളിനെ അലക്കാൻ വന്നത്. അപ്പൊ പുള്ളി സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും സ്വന്തം നാട്ടില് ഹാർഡ് വർക്കിൽ കൂടി മിതമായ, അതായത് ഒരു കൊള്ള ലാഭവും മേടിക്കാതെ മിതമായ രീതിയിൽ ബിസിനസ് ചെയ്തു പുള്ളിയുടെ സ്വപ്നങ്ങളെല്ലാം നേടി. പണത്തിനോട് വലിയ ആർത്തിയൊന്നുമില്ല, എന്നാൽ പണത്തിനായി ഒരാളുടെ മുന്നിൽ കൈ നീട്ടുന്നത് പുള്ളിയുടെ ഒരു തത്വമാണ്. പൈസയ്ക്ക് നമ്മൾ ഒരാളുടെ മുന്നിൽ പോരും, നമ്മുടെ ആരോഗ്യം വെച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഒതുങ്ങിക്കൂടി അങ്ങ് പോവായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സിമിച്ച നമുക്ക് അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഒരുപാട് പേര് നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട്. സിമിച്ച പറഞ്ഞു നമുക്ക് കുർത്തീസ് മതി, നമ്മൾ വേറെ ഒന്നിലോട്ടും പോകുന്നില്ല. അങ്ങനെ പുള്ളി അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ഇന്ന് പുള്ളി എന്താ പറയാ, പുള്ളി നിങ്ങൾ കാരണം പുള്ളി വീണ്ടും ഈ ഒരു ഇതിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന സന്തോഷ വാർത്ത, ഒലീവിയ ഡിസൈൻസിന്
ഫസ്റ്റ് ഷോറൂം നമ്മുടെ അടൂരിലാണ്. അതിനുശേഷം ഞങ്ങൾ പത്തനംതിട്ടയിലുണ്ടായിരുന്നു, മാവേലിക്കരയിലുണ്ടായിരുന്നു. എന്നാൽ ഓൺലൈൻ നല്ല വിപുലമായപ്പോൾ ഞങ്ങൾക്ക് എല്ലായിടത്തും കൂടെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ ക്ലോസ് ചെയ്തതാണ്. എന്നാൽ ഒലിവിയയ്ക്ക് ഒരു ബ്രാഞ്ച് വരാൻ പോവുകയാണ്. എവിടെയാണെന്നറിയോ? നമ്മുടെ കേരളത്തിന്റെ ദുബായ് പോലെയുള്ള നമ്മുടെ എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഒലീവിയ എറണാകുളത്തിന്റെ ഏറ്റവും കണ്ണായ ഒരു സ്ഥലത്തേക്ക് ഒലീവിയ എത്തിപ്പെടാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ നന്ദി പറയുന്നത് നിങ്ങൾ യൂട്യൂബേഴ്സിനോടാണ്. എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്, ഞങ്ങൾ സ്വപ്നം കാണുന്നതിനപ്പുറം ഞങ്ങൾക്ക് ഓരോ മാറ്റങ്ങൾ തന്നത് നിങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് പുതിയ ബ്രാഞ്ച് എറണാകുളം ഓപ്പൺ ചെയ്യുകയാണ്. അതിനോടൊപ്പം നമ്മൾ എറണാകുളം, കലൂര്, പാവക്കുളം ആണ് നമ്മൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ സെറ്റിൽഡ് ആയിരിക്കുന്നത്. അവിടെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഇനി പോരുന്നതാണ്. നമ്മൾ ക്ലോസ് ചെയ്യുന്ന വീട് അവിടെ നമ്മൾ അടച്ചിട്ടിരിക്കുകയാണ്, അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ തിരിച്ച് അവിടേക്ക് വരുമ്പോൾ നമ്മൾ പുതിയ പല പ്ലാനിങ് ആണ്. ഷോപ്പ് നമ്മുടെ അപ്പാർട്ട്മെന്റിലല്ല, നമ്മൾ വേറെ ഷോപ്പിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നിങ്ങളെ സാവകാശം അറിയിക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഒലീവിയയുടെ ഓൺലൈനിലും ഒലീവിയയുടെ യൂട്യൂബിലും ഒക്കെ ഒത്തിരി 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 മാറ്റങ്ങൾ ഞങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ഷോറൂം ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ബ്രാഞ്ച് എറണാകുളം സ്റ്റാർട്ട് ആവട്ടെ. ആയ ശേഷം പുതിയ 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 മാറ്റങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട്. എനിക്ക് എപ്പോഴും ഈ ഒരു ഇഷ്യൂവിന് ശേഷം ഞാൻ സംസാരിക്കുന്നത് പോലും വളരെ ആധികാരികമായിട്ടാണ്, ഒന്നും കാണാപ്പാടം പഠിച്ചിട്ടല്ല. കാരണം എൻ്റെ മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. എനിക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ഒരുപാടില്ല, കൂടുതലും സ്റ്റാഫുകളോടൊപ്പമായിരുന്നു. അതിനുശേഷം ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഒരാൾ വീഡിയോ ഇടുന്നു, അതിനുശേഷം ഡെയിലി വീഡിയോകളുടെ എണ്ണം കൂടി വരുന്നു, 1200 ആകുന്നു. അപ്പോൾ ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ, ഒരു കുറുമ്പിനെ പോലും നമ്മൾ നോവിക്കാത്ത നമ്മൾക്ക് എന്തിനാണ് ഇങ്ങനെ ഇഷ്യൂ തരുന്നതെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്ന എൻ്റെ ദൈവത്തെ എനിക്ക് ഓർമ്മയുണ്ട്. ഓർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. എൻ്റെ മറ്റേ വീട്ടിൽ യേശുവപ്പയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഒലീവിയയിൽ ഒരു സത്യമുണ്ടെങ്കിൽ ഒലീവിയ മുന്നോട്ട് വരും. ഒലീവിയ ഒരു അസത്യമാണെങ്കിൽ ഈ പ്രശ്നങ്ങളോടുകൂടെ ഒലീവിയ ഇല്ലാതായി പോകുമെന്ന്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഒലീവിയ സത്യമാണോ അസത്യമാണോ എന്ന്. കാരണം ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് ദൈവത്തിലാണ്, ദൈവകരങ്ങളിലാണ്. 1000 മനുഷ്യരുടെ കുടില ബുദ്ധികൾ ഒരുമിച്ച് കൂടുന്ന തലച്ചോറുകൾ ഒരു സ്ഥാപനത്തിനെ ഇല്ലാതാക്കുവാൻ പല രീതിയിൽ ചെയ്തപ്പോൾ ഒരു ആളുടെ മാത്രം കഴിവിന്റെ മുന്നിൽ മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. അതാരാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൂടെയുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട്. അത് മതി ഞങ്ങൾക്ക്. ഈ ലോകം മുഴുവൻ ഞങ്ങൾ കണ്ടവരും കേട്ടവരും അറിഞ്ഞവരും ബന്ധുക്കളും സ്വന്തക്കാരും സ്റ്റാഫുകളും എല്ലാവരും ഒരു നിമിഷം കൊണ്ട് ഒലീവിയെ തെറ്റിദ്ധരിച്ചിട്ടും ഒലീവിയെ ഈ കൈകളിൽ താങ്ങി നടത്തുന്ന ദൈവം, ഞങ്ങളുടെ സകലതും ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്നത് ദൈവത്തിലാണ്. ഓരോന്നും ഇപ്പൊ ഈ ഷോപ്പിന്റെ തൊട്ടു മുന്നിൽ ഒരു വീട് നമുക്ക് എവിടെയും വാങ്ങാം, അതിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ ഈ അടൂരിന്റെ ഹൃദയഭാഗത്ത് ഷോപ്പിന്റെ തൊട്ടു മുന്നിൽ സെൻട്രൽ ജംഗ്ഷനിൽ ഇതുപോലെ ഒരു വീട് വാങ്ങാൻ ദൈവം ഞങ്ങളെ വീണ്ടും അനുഗ്രഹിച്ചു. 2022 ഡിസംബർ 1 ഞങ്ങൾ മറ്റേ വീടിന്റെ കൂദാശ നടത്തിയപ്പോൾ 2024 ഡിസംബർ 1 ഇതുപോലെ ഈ ഭീമയുടെ തൊട്ടു മുന്നിൽ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് വീണ്ടും ഒരു ഭവനം കൂടി ദാനമായി തന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവമാണ് കൂടെ ഉള്ളത്. ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക, മാങ്ങയുള്ള മാവിലേക്ക് അല്ലറിയാൻ വരും. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുശുമ്പും അസൂയയും സഹിക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് ശത്രുക്കൾ നമുക്കുണ്ടാകുന്നത്. ശത്രുക്കൾ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതിനാണ്. കാരണം ശത്രുവില്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്തിരിക്കും. ഇന്ന് സിബിച്ചന്റെ മനസ്സ് മാറാനോ ഇനി ചിലപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലെ ഒലീവിയ വരുമോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഒരിക്കലും ഇനി ഒരു ബ്രാഞ്ച് തുടങ്ങില്ലെന്ന് ശപഥം ചെയ്ത സിബിച്ചൻ എറണാകുളത്തേക്ക് തിരിച്ചു വരുന്ന അറിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഒലീവിയയിലുള്ളത് നമുക്ക് കാണാം. എന്തായാലും നിങ്ങൾ കുറച്ച് വൈകിപ്പോയി. കുറച്ചുകൂടി നേരത്തെ നിങ്ങൾ ഇതൊക്കെ ചെയ്തായിരുന്നെങ്കിൽ എപ്പോഴേ ഞങ്ങൾ ഈ കേരളത്തിന്റെ 14 ജില്ലകളിൽ ഒലീവിയ എത്തിയേനെ. ഇതുപോലെ
ഇതുപോലെ പുതിയ പുതിയ മാറ്റങ്ങളുമായി ഒരുപാട് കുട്ടികൾക്ക് ജോലി കൊടുത്തുകൊണ്ട് ഒരു ചരിത്രമായി ഒലിവിയയ്ക്ക് മാറാൻ സാധിച്ചേനെ. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് തന്നത് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നുമേ അല്ല. പുതിയ വഴിത്താരയിലേക്ക് മാറാനുള്ള വഴി വെട്ടിയാണ് നിങ്ങൾ തന്നത്. അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൂട്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ വീണ്ടും എറണാകുളത്തേക്ക് ഒലിവിയയുടെ അടുത്തൊരു ഷോറൂം തുറക്കുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, സത്യമുള്ളിടത്ത് കളിക്കാൻ വന്നാൽ അതിന്റെ കാവൽക്കാരൻ നോക്കി നിൽക്കത്തില്ല കേട്ടോ. അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദി. ബാക്കിയുള്ള അപ്ഡേഷനുകൾ വരും വഴി നമ്മൾ അറിയിക്കാം. അപ്പൊ ഈ ഒരു സന്തോഷം എറണാകുളത്തുകാർക്ക് ഇനിയിപ്പോ ഡയറക്റ്റ് നമ്മുടെ ഒലിവിയയിലേക്ക് വന്ന് 399 കുർത്തീസുകളായിരിക്കും കേട്ടോ. അതിൽ കൂടുതലുള്ള ഒന്നും നമുക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമായിരിക്കും നമ്മൾ ഒരുക്കുന്നത്. അപ്പൊ ഈ ഡിസംബറിലെ അവസാന പുതിയൊരു വർഷത്തെ നമ്മൾ വരവേൽക്കുമ്പോൾ അവിടെയും ദൈവം നമുക്ക് പുതിയ ഒരു എന്താ പറയുക, ഒരു മാറ്റവും ഒരു ഗിഫ്റ്റും ഒക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഓരോ ഗിഫ്റ്റുകളുമായിട്ട് വരാനാണ് ഞങ്ങൾക്ക് ദൈവം അവസരം തരുന്നത്. അപ്പൊ എല്ലാവരോടും സന്തോഷം, സ്നേഹം, നിങ്ങളുടെ സാധാരണക്കാരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ ഒലിവിയ ഉണ്ടാകും. ചെറിയ ഒരു ലാഭത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കുർത്തീസുകളുമായി ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം. ഓരോന്നായിട്ട് കണ്ടിട്ട് വരാം. പ്രീ ബുക്കിംഗ് കൊടുത്തത്, പ്രീ ബുക്കിംഗ് കാണിച്ച എല്ലാ കളേഴ്സും സ്റ്റോക്ക് കഴിഞ്ഞു. ഇനി കാണിക്കാതെ സീക്രട്ട് ആയിട്ട് വെച്ചിരുന്ന കളേഴ്സാണ്. പക്ഷെ അതും നമ്മുടെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് ഇട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ ഓഫീസൊക്കെ അടയ്ക്കുന്ന സമയമായി പോയി. എല്ലാവരോടും ഒരുപാട് സ്നേഹം. ക്വാണ്ടിറ്റി ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇൻട്രോ കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നല്ലൊരു വൈൻ കളറാണിത്. 399 ഉള്ളൂ. ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. 399 രൂപയേ ഉള്ളൂ. നമ്മൾ 2 ദിവസത്തെ ഗിഫ്റ്റ് പെൻഡിങ് ആണ്. സെക്കൻഡ് വീഡിയോയിൽ ഞാൻ വരും. ആ സെക്കൻഡ് വീഡിയോയിൽ ഗിഫ്റ്റ് ഞാൻ എടുക്കാം കേട്ടോ. ഇത് ഒത്തിരി ലെങ്തിയാണ് വീഡിയോ കേട്ടോ. എന്നാലേ ഇൻസ്റ്റയിലും കൂടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് നേവി ബ്ലൂ ആണ്. അടുത്തത് ഗ്രീൻ, നല്ല ഭംഗിയുള്ള ഇലപ്പച്ച കളറാണ്. 399 രൂപയേ ഉള്ളൂ. അടുത്തത് നേവി ബ്ലൂ, നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ. അടുത്തത് മഞ്ഞയാണ് കേട്ടോ. യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള യെല്ലോ. 399. ജോർജറ്റ് ആണ്. എയർലൈൻ കോൺസെപ്റ്റ് ആണ്. ലാർജ് ടു 3XL ആണ് സൈസസ് വരുന്നത്. നിങ്ങളുടെ സൈസ് സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആ നമ്പറിലേക്ക്, സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്യുക. ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഇനി കാണാൻ പോകുന്ന നമ്മുടെ ഒരു ക്രിസ്മസ് കളക്ഷൻ ആണ്. കണ്ടിട്ട് വരാം. അതെ, ഇതാണ് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ്. ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. കണ്ടോ, ഹെവി ഐറ്റം ആണ്. 399 രൂപ. ഫ്രീ ഷിപ്പിംഗ് ആണ്. കണ്ടോ, ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി ആക്കിയിരിക്കുകയാണ്. ജോർജറ്റ് ആണ്. 399 ഉള്ളൂ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗും ആണ് കേട്ടോ. അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം. പുതിയ മാറ്റങ്ങളും പുതിയ അപ്ഡേഷനുകളുമായിട്ട് എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് ഒലിവിയയുടെ വീഡിയോ വരും. മിസ് ചെയ്യല്ലേ. ബൈ.